ഹലോ. അപ്പയുടെ റിട്ടയർമെൻറ്റിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനും തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ആട്ടോ ഈ വ്ളോഗിൽ കാണുക. കഴിഞ്ഞ ദിവസത്തെ മഴ പ്രമാണിച്ച് ഒരിടത്തും കറണ്ട് ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് വർക്കെല്ലാം പെൻഡിങ് ആയിരുന്നേ. പിന്നെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഒരു 2 ദിവസത്തേക്ക് ജനറേറ്റർ എടുത്തിട്ടാട്ടോ വർക്കൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി ഇതെല്ലാം ക്ലീൻ ആക്കണം, അത് വേറെ പരിപാടിയാണേ. 29th അപ്പയുടെ ഓഫീസിലെ ഫ്രണ്ട്സ് കൊളീഗ്സിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അന്ന് രാവിലെ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് പോയതായിരുന്നു കേട്ടോ. ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോയി, പിന്നെ ടോത്തുവിൻ്റെ ഒരു ഡ്രസ്സ് മേടിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ. പിന്നെ വീട്ടിലെത്തി നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഫംഗ്ഷന് പോയിട്ടോ. ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റ് ആയിരുന്നു, മഴ കാരണം കുറച്ച് ബ്ലോക്കിൽ പെട്ടായിരുന്നു. ഫംഗ്ഷനെത്തി അപ്പയുടെ ഫ്രണ്ട്സ് എല്ലാവരെയും നമ്മൾ മീറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ജെൻസയുടെ അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തത് നമ്മുടെ മെയിൻ കലാപരിപാടി ഫുഡ്. നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ. നല്ല ചിക്കൻ ഫ്രൈയും കോവയ്ക്ക വറുത്തത് ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ പോയത് മൂവാറ്റുപുഴ കൊറിയർ ഓഫീസിലേക്കാണ്. ഒരു കൊറിയർ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അവിടെ നിന്ന് വീണ്ടും മഴ നനഞ്ഞു. പിന്നെ ഒരു പാട്ടൊക്കെ പാടി വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തി നമ്മൾ വർക്കൊക്കെ എന്തായി എന്നൊക്കെ നോക്കി അത്യാവശ്യം പണികളൊക്കെ ചേട്ടന്മാർ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയും പോകണം ഒരു മെയിൻ ഷോപ്പിംഗ് അല്ല, ലാസ്റ്റ് മിനിറ്റ് കുറച്ച് കാർപ്പറ്റ്, കുറച്ച് ഡെക്കോർ ഐറ്റംസ് അതൊക്കെ മേടിക്കാനായിരുന്നേ. നമ്മൾ തൊടുപുഴയ്ക്കാണ് പോയത്. ഓൺ ദി വേ നമ്മൾ ഒരു മരം വീണ് കിടക്കുന്നുണ്ട്. പിന്നെ ഒരുവിധം കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു. മഴക്കാലത്ത് ഇതാണ് സീൻ, പേടിച്ചിട്ട് ഇറങ്ങാൻ പറ്റില്ല. വീണ്ടും അതാ വേറൊരു മരം വീണു. പക്ഷെ അവിടെ കംപ്ലീറ്റ് റോഡ് ബ്ലോക്ക്ഡ് ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അവരെല്ലാവരും ഇങ്ങനെ തിരിച്ചു വിടുന്നുണ്ടായിരുന്നു. ഏതോ ചെറിയ കനാലിൻ്റെ സൈഡിലൂടെയുള്ള ഊടുവഴിയിലൂടെ കയറി നമ്മൾ ലാസ്റ്റ് തൊടുപുഴ എത്തിയിട്ടോ. പിന്നെ അവിടെ നമ്മൾ പോയത് മെയിനായിട്ട് ഈ ഡെക്കോർ ഐറ്റംസ്, പില്ലോസൊക്കെ കിട്ടുന്ന ഒരു കടയിലേക്കായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ നോക്കി മേടിച്ചു കേട്ടോ. കുറച്ച് കുഷൻ കവേഴ്സ് മേടിച്ചു, ഈ ഹാൻഡ് വാഷ് ഡിസ്പെൻസർ, അങ്ങനത്തെ കുറച്ച് മെയിൻ ഐറ്റംസൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ നമുക്ക് ഇൻറ്റീരിയർക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബോർഡ് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് വന്നു. അതിനിടയ്ക്ക് വേറെ 2 കടയിലും കൂടെ കയറിയായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മഴയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ചെരുപ്പ് മേടിക്കാൻ പോയിട്ടോ. 2 ചെരുപ്പ് മേടിക്കണമായിരുന്നു വീട്ടിലിടാനുള്ള. പിന്നെ അവിടെ നിന്ന് നേരെ വാം ലൈറ്റ്സ് മേടിക്കാൻ വേറൊരു ഷോപ്പിലും കൂടെ കയറിയായിരുന്നു കേട്ടോ. അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ടേബിളിന് മേലെ ഇടാനുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് തപ്പി കുറേ നടന്നു കേട്ടോ, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആ ചെരുപ്പ് കടയിൽ ചേട്ടനാണ് പറഞ്ഞത് അങ്ങ് ദൂരെ ഒരു കടയിലുണ്ടെന്ന്. വണ്ടി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് നടന്നാണ് പോയത്. അവിടെയാണെങ്കിൽ കറണ്ടും ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് അതൊക്കെ എടുത്തു. പിന്നെ കുറച്ച് ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്, പ്ലേറ്റ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. നമ്മുടെ ടോട്ടാപ്പിനെ കൂട്ടാതെ പോയോട്ട് വന്ന വഴിക്ക് തന്നെ കുറച്ച് പരാതി പരിഭവമൊക്കെ കേട്ടു കേട്ടോ. പിന്നത്തെ പരിപാടികളായിരുന്നു ഇതെല്ലാം കൂടി വണ്ടിയിൽ നിന്ന് പുറത്തെടുക്കുന്ന ചടങ്ങ്. അതിന് നമ്മുടെ കസിൻസ് എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ വീട്ടിലെ കസിൻസാണ്, അമ്മയുടെ ബ്രദറിൻ്റെ മക്കളാണ്. അങ്ങനെ എല്ലാവരും കൂടി സാധനങ്ങളെല്ലാം കൂടി അകത്ത് കയറ്റി. പിന്നെ നമ്മൾ അന്നത്തെ വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളും പറഞ്ഞു, വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അമ്മ ഇങ്ങോട്ടേക്കൊക്കെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നേ. അതെനിക്ക് ടോട്ടാപ്പി ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധനങ്ങളൊക്കെ അകത്തേക്ക് കയറ്റാൻ. ഇന്ന് 30th കേട്ടോ നമ്മുടെ ലാസ്റ്റത്തെ എല്ലാ പരിപാടികളും. കാരണം നാളെയാണല്ലോ ഫംഗ്ഷൻ. അപ്പോൾ രാവിലെ എനിക്കൊരു പീസ് ലീവ് മേടിക്കാനുണ്ടായിരുന്നു, അതും മേടിച്ചു. പിന്നെ കർട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കളക്ട് ചെയ്തു കേട്ടോ. പിന്നെ 31st അപ്പയുടെ ഓഫീസിലെ ഒഫീഷ്യൽ ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പേനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഒരു ചെറിയ കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പൂവൊക്കെ കൊടുത്തിട്ടാട്ടോ അപ്പേനകത്തേക്ക് കയറ്റിയത്.